ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് മേലൊക്കെ കഴുകി വന്നിട്ട് നേരെ വിളക്ക് കൊളുത്താനാട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിളക്ക് കൊളുത്തിയും കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കറണ്ടിന്റെ ചാഞ്ചാട്ടം. കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ പോയും വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞാൻ എമർജൻസി കത്തിച്ചതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കരുത്, അമ്മ കണ്ണ് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയും വിഷ്ണുനും കൂടെ മഴയത്ത് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയില്ല, അപ്പം നമുക്കൊന്ന് ചിക്കൻ ആക്കാമെന്ന് പറഞ്ഞു വിഷ്ണുട്ടൻ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ചിക്കനും കൊണ്ട് അടുക്കളയ്ക്ക് വന്നപ്പോഴായിരുന്നു ഞാൻ രാവിലെ അരി വെള്ളത്തിലിട്ട കാര്യം ഓർത്തത്. അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യോടെ വേഗം അരച്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടില്ലേ. അങ്ങനെ അരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് വേഗം ചിക്കൻ കഴുകാൻ നിന്നും. ഈ ചിക്കനിൽ പുറമെ ഒരു വഴുവഴുപ്പ് പോലെ, നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഒരു വഴുവഴുപ്പ് പോലെ തോന്നും. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടാട്ടെ ഞാൻ ചിക്കൻ കഴുകിയെടുക്കുക. എനിക്ക് അല്ലെങ്കിൽ എന്തോ പോലെ തോന്നും. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ന് വറുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചില്ലിയിലേക്കായിരുന്നു കേട്ടോ, ചിക്കൻ ചില്ലി. നമ്മൾ കളർ ചേർക്കാറില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ, കാരണം പുറത്തുനിന്നേ നമ്മൾ കഴിക്കുമ്പോൾ കളർ കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ പൊടികളായിട്ടുള്ള പൊടികളും പിന്നെ കോൺഫ്ലവർ പൊടി, നാരങ്ങ നീര്, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് തിരുമ്മിയിട്ട് ഫ്രിഡ്ജിലോട്ടാണ് മാറ്റി വെച്ചത്. പിന്നെ വേഗം നമ്മളെ കറി വെക്കാനുള്ള ചിക്കനും കൂടെ വറക്കാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ നേരെ നെയ്ച്ചോറിനുള്ള പണിക്ക് തിരിഞ്ഞോട്ടെ. ഞാൻ കുക്കറിലാട്ടെ എപ്പോഴും നെയ്ച്ചോറ് വെക്കാറ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പോൾ അത് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും സ്പൈസസും ക്യാരറ്റും സബോളും കൂടെ വഴറ്റാൻ വെച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ അരിയും കൂടെ നാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ നെയ്ച്ചോറ് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ വേഗം സലാഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സലാഡിൽ പച്ചമുളക് ചേർക്കണം ഇഷ്ടമല്ല, കാരണം ഇങ്ങനെയും കൊടുക്കണം. പിന്നെ എനിക്കും ഇഷ്ടമാണ് അത് ഇടയ്ക്ക് വെച്ച് കടിക്കുന്നത്, ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ പച്ചമുളകൊന്നും ചേർക്കാറില്ല. അങ്ങനെ സലാഡ് അങ്ങോട്ടാക്കി വെച്ചിട്ട് പിന്നെ വേഗം ചിക്കൻ കറി വെക്കാൻ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെയും വിഷ്ണുനും കൂടെ വന്നിട്ട് ബൂസ്റ്റും കൂടെ വന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇവർ ഓരോ പണി ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ട് വേഗം ഞാൻ ചിക്കൻ കറി അടുപ്പത്താക്കി. ഇങ്ങനെ സാധാ നമ്മൾ ഉള്ളി, സവോള, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി പിന്നെ വറുത്ത് വെച്ച ചിക്കനും പൊടികളായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച്, ഇത്ര കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറുക്കിയെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ കിങ്ങിന് ഇത് എനിക്ക് സഹായിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇരുന്ന് നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. രാത്രിക്ക് ഞങ്ങൾ എപ്പോഴും ഞാനും കിങ്ങിനും വിഷ്ണുനും നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു.